ഇപ്പോൾ മത്സര പരീക്ഷകളുടെ സമയമാണ്. നീറ്റ് എക്സാം വരാറായി. +2 പരീക്ഷകൾ കഴിഞ്ഞു. പലരും പുതിയ കോഴ്സുകൾക്കും പുതിയ തൊഴിൽ മേഖലകൾക്കും അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾക്കും വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണ്. ഇങ്ങനെയെല്ലാം തയ്യാറെടുക്കുമ്പോൾ നമ്മൾ പലരും ആലോചിക്കാത്തൊരു കാര്യമുണ്ട്. ഞാൻ തിരഞ്ഞെടുക്കുന്ന കോഴ്സ്, പഠന മേഖല അല്ലെങ്കിൽ തൊഴിൽ മേഖല, അല്ലെങ്കിൽ ഞാൻ ചേരുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു മേഖല എൻ്റെ അഭിരുചികൾക്ക് ഒത്തിണങ്ങിയതാണോ എന്നുള്ളത്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പലപ്പോഴും അങ്ങനെയുള്ള ഒരു കോൺഗ്രുവൻസ് ഇല്ലാത്തതാണ് പല കരിയേഴ്സിലും പലർക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കാരണം. കരിയർ പോകട്ടെ, അത് പഠിക്കുന്ന സമയത്ത് തന്നെ പലരും വളരെ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. പലപ്പോഴും പല കോഴ്സുകൾക്കും പലരും ജോയിൻ ചെയ്യുമ്പോൾ ആ കോഴ്സുകളെ പറ്റി ഒരു ജനറൽ ഹൈപ്പ് അല്ലെങ്കിൽ വളരെയധികം ഒരു തൊഴിലവസര സാധ്യതകളുള്ളൊരു കോഴ്സാണ് എന്നുള്ള ഒരു ചർച്ച ഉണ്ടാകുമ്പോഴാണ് പലരും പല കോഴ്സുകളിലും ചേരുന്നത്. ഇത് തികച്ചും തെറ്റായ ഒരു വീക്ഷണമാണ്, തെറ്റായ ഒരു പ്രവൃത്തിയാണ്. കാരണം എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മൾക്ക് അനുയോജ്യമായ കോഴ്സാണോ അത് എന്നുള്ളതാണ്. അല്ലാതെ അതിൽ കൂടുതൽ വേതന സാധ്യതകൾ അല്ലെങ്കിൽ സാലറി ചാൻസസ് ഉണ്ട് എന്നുള്ളതല്ല നോക്കേണ്ടത്. ഈസ് ഇറ്റ് സൂട്ടബിൾ ഫോർ യു? ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം പലരുടെയും മനസ്സിൽ, എങ്ങനെയാണ് എനിക്ക് യോജ്യമായ ഒരു കോഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുക, എൻ്റെ അഭിരുചികൾ എന്താണ് എന്നുള്ളത് എങ്ങനെയാണ് അറിയുക എന്നുള്ളതായിരിക്കും അവരുടെ ചോദ്യം. ഇതിന് ഇക്കാലത്ത് ഒരുപാട് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഉണ്ട്. മിക്കവാറും എല്ലാ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തും ഇത്തരം ടെസ്റ്റുകൾ ലഭ്യമാണ്. ഇന്ത്യയിൽ തന്നെ പരീക്ഷിച്ച് അതിൻ്റെ വാലിഡിറ്റിയും റിലയബിലിറ്റിയും മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഏത് കോഴ്സിന് വേണ്ടിയുള്ള മത്സര പരീക്ഷ എഴുതുകയാണെങ്കിലും അതിൽ ചേരുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊരു കരിയർ കൗൺസിലിംഗ് വിത്ത് എ സൈക്കോമെട്രിക് ടെസ്റ്റ്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അറിയാൻ, നിങ്ങളുടെ അഭിരുചി എന്താണെന്നുള്ളത് അറിയാൻ, നിങ്ങളുടെ കോർ ആയിട്ടുള്ള കേപ്പബിലിറ്റീസ്, പേഴ്സണാലിറ്റി വൈസ്, വ്യക്തിപരമായ പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി വൈസ് ആയിട്ടാണെങ്കിലും വൊക്കേഷണൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ജോലി സംബന്ധിയായിട്ടുള്ള പേഴ്സണാലിറ്റി, ആ വ്യക്തിത്വമായിട്ടുള്ളതാണെങ്കിലും അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം കോഴ്സുകൾ ചെയ്യുന്നതിന് മുമ്പ്, ഏതൊരു കോഴ്സ് ചെയ്യുന്നതിന് മുമ്പും ഈ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ തീർച്ചയായും വിദ്യാർത്ഥികൾ ചെയ്തിരിക്കണം. വിദ്യാർത്ഥികൾ മാത്രമല്ല, ഉദ്യോഗാർത്ഥികൾക്കും ചെയ്യാവുന്ന പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്.